മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുമ്പോൾ 2019 പുത്തുമല ദുരന്തത്തിലേക്ക് കൂടി ഒന്ന് എത്തിനോക്കണം. 17 പേരുടെ ജീവൻ കവർന്ന ആ ദുരന്തത്തിന് ഇപ്പുറം ഇരകളായ മനുഷ്യർ മേപ്പാടി പൂത്തകൊല്ലിയിൽ താമസിക്കുന്നുണ്ട്. ദുരന്ത ഭൂമിയിൽ പുനരധിവാസ നടപടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ 5ാം വർഷത്തിലും കഴിയുന്നത് ഭീതിയിലാണ്. പൂത്തക്കൊല്ലിയിൽ പുനരധിവസിക്കപ്പെട്ട പുത്തുമലക്കാരുണ്ട്. 52 കുടുംബങ്ങൾ. മഴക്കാലത്താണ് ഇവിടേക്ക് പോകേണ്ടത്. അപ്പോഴുള്ള അനുഭവം ഇവർ തന്നെ പറയും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചോർന്നിട്ട് നിൽക്കാൻ വയ്യ. അതാണ് ആകെ ചോരാണ്. എപ്പോഴാ പൊളിഞ്ഞടി പോകുക അറിയില്ല. പിന്നെ വൈദ്യുതിയാണെങ്കിൽ കുട്ടികളൊന്നും തൊടാൻ വയ്യ. എപ്പോഴും ഇരട്ടടച്ചും കൊണ്ട് മഴ കണ്ട് പെയ്തെത്തുള്ളി പുറത്തേക്ക് പോകണില്ല. പ്ലാസ്റ്റിക് 3 താർപ്പായിട്ടാലും ചോർച്ച നിൽക്കണില്ല. പക്ഷേ ഇതിൽ നിർമ്മാണത്തിൽ വന്ന പാളിച്ചയാണ് ഞങ്ങൾക്ക് വീട്ടിനകത്തിരിക്കാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്താൽ കുടചൂടി വീട്ടിൻ്റെ ഉള്ളിലിരിക്കണം. അതാണ് ഞങ്ങളുടെ അവസ്ഥയാണ്. വലിയ വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. അംഗൻവാടി, കുട്ടികൾക്ക് കളിസ്ഥലം, വായനശാല, ആരോഗ്യ കേന്ദ്രം ഒന്നുമുണ്ടായില്ല. ചോർന്നൊലിക്കുന്ന വീടുകളൊഴിച്ച്. കുട്ടികൾ പഠിക്കുന്ന ആകെ 2 ബെഡ്റൂമേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്ഥലമൊക്കെ നല്ല സ്ഥലം തന്നെയാണ് കിട്ടിയത്. സ്പോൺസർമാർ അവിടെ നിന്നൊക്കെ പിരിവെടുത്ത് കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ ക്ലിയർ ആക്കി ചെയ്തു പോയി. ഇനിയിപ്പോൾ ഇതിന് ഉത്തരവാദിത്തമുള്ള സർക്കാർ. ഇനി പുത്തുമലയിലേക്ക് വരാം. ഉരുളെടുത്ത പ്രദേശത്ത് 2 വീട്ടുകാർ മാത്രം ബാക്കിയായുണ്ട്. NIT പഠനം നടത്തിയ പ്രദേശത്ത് ഇവരുടെ വീടുകൾ സുരക്ഷിതമല്ലെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടം പുനരധിവാസ പട്ടികയിൽ ഉണ്ടായിരുന്നു ഇവരും. പിന്നീട് വെട്ടിമാറ്റിയതെങ്ങനെയെന്ന് 5ാം വർഷത്തിലും ഇവർക്കറിയില്ല. പരാതികൾ അനവധി നൽകി. ആ സമയത്ത് ഞങ്ങൾ അറിയില്ലായിരുന്നു. അന്ന് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കഴിഞ്ഞാണ് ഇത് അറിഞ്ഞത്. ഞങ്ങൾ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നറിഞ്ഞത്. അന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അന്നത്തെ കളക്ടർ പറഞ്ഞത് ഇവിടെ ഒരിക്കൽ കൂടി പരിശോധിക്കണം എന്നുള്ളതാണ്. സമരം നടത്തിയതിന്റെ കേസ് വന്നതൊഴിച്ചാൽ ഒരു മാറ്റവുമില്ല. മഴ കനത്താൽ ആധിയോടെ കഴിയേണ്ടി വരുന്നത് തുടർച്ച. ഞങ്ങൾ വില്ലേജിലും തഹസിൽദാറടുത്തും കളക്ടറേറ്റിലും എല്ലായിടത്തും പോയിട്ടും ഞങ്ങൾക്കൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടാണ് ഇത്. വാസയോഗ്യമല്ല എന്നുള്ള റിപ്പോർട്ടാണ്. ചൂരൽമലക്കാർക്കും മുണ്ടക്കൈക്കാർക്കും ഈ അനുഭവം ഉണ്ടാകരുതെന്ന് പറയുന്നുണ്ട് പുത്തുമലക്കാർ. രാജ്യം കണ്ടതിൽ വെച്ച് മാതൃകാപരമായ പുനരധിവാസമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. ഇത് പറയുമ്പോഴും പുത്തുമല എന്ന യാഥാർത്ഥ്യം മുന്നിലുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലാണ്. 24 വയനാട്.